നമസ്കാരം. പ്രമേഹമുള്ളവരിലെ ഭക്ഷണക്രമം. പ്രമേഹത്തിൽ പലർക്കും അറിയില്ലാത്തത് ഭക്ഷണക്രമത്തിലാണ്. പഴങ്ങൾ കഴിക്കാമോ, പഞ്ചസാര ഒഴിവാക്കാമോ എന്നിങ്ങനെ പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. പ്രമേഹത്തിൽ ചികിത്സ പോലെ തന്നെ അത്രയും പ്രാധാന്യം ആഹാര നിയന്ത്രണത്തിലുമുണ്ട്. പ്രമേഹം വരാതിരിക്കാനും പ്രമേഹമുള്ളവരിൽ അത് നിയന്ത്രിക്കാനും ഭക്ഷണ ക്രമീകരണം അത്യാവശ്യമാണ്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവിൽ കാര്യമായ വ്യത്യാസം വരുത്താത്ത ആഹാരം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ആഹാര നിയന്ത്രണം എന്ന പേരിൽ ഒരു നേരം പോലും ഭക്ഷണം ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. 3 നേരം ഭക്ഷണം എന്ന രീതി മാറ്റി പലതവണയായി ഭക്ഷണത്തിൽ ആവർത്തനം വരാത്ത രീതിയിലുള്ള ആഹാര ക്രമീകരണം കൂടുതൽ ഗുണം ചെയ്യും. ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി അടുത്ത നേരം ഇരട്ടി ഭക്ഷണം കഴിക്കുന്ന രീതി നല്ലതല്ല. ഭക്ഷണക്രമത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സമയം, പിന്നെ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ്, പാകം ചെയ്യുന്ന രീതി എന്നീ പല ഘടകങ്ങളും രക്തത്തിലെ പഞ്ചസാര നിലയെ ബാധിക്കും. രക്തത്തിൽ പഞ്ചസാരയുടെ നിരക്കിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്. ഇത് പ്രധാനമായും ഊർജ്ജമാണ് എന്ന് മാത്രമല്ല നമ്മുടെ ഭക്ഷണ രീതിയിൽ അധികവും അന്നജം അടങ്ങിയിട്ടുള്ളതുമാണ്. പ്രമേഹമുള്ളവരിൽ അന്നജത്തിന്റെ അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ അന്നജത്തിൻ്റെയും സ്വഭാവം ഒരുപോലെയല്ല. ഓരോന്ന് ദഹിക്കുന്നതിലും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. അരി, ഗോതമ്പ്, ചോളം, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, കരിമ്പ്, പാലുൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം അന്നജം അടങ്ങിയിരിക്കുന്നതാണ്. അന്നജം വിഘടിച്ച് ലഘുവായ ഗ്ലൂക്കോസായി മാറിയ ശേഷം രക്തത്തിൽ കലരുന്നതിനാൽ പഞ്ചസാരയുടെ തോത് സാവധാനം മാത്രമേ ഉയരുകയുള്ളൂ. അത്തരത്തിലുള്ളവയാണ് ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, തവിടുള്ള ആഹാരങ്ങൾ. എന്നാൽ ശർക്കര, പഞ്ചസാര, കരിപ്പട്ടി തുടങ്ങിയ ലളിതമായ അന്നജങ്ങൾ പെട്ടെന്ന് ഗ്ലൂക്കോസായി രക്തത്തിൽ എത്തിച്ചേരുകയും പഞ്ചസാരയുടെ അളവ് കാര്യമായി ഉയർത്തുകയും ചെയ്യുന്നു. അന്നജത്തോടൊപ്പം നാരുകൾ അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങളാണ് പ്രമേഹ രോഗികൾ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പലപ്പോഴും സംസ്കരിച്ച ധാന്യങ്ങളിൽ നാരുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവയായിരിക്കും. പ്രമേഹമുള്ളവർ മിക്കവാറും അരിയാഹാരം പൂർണ്ണമായും ഒഴിവാക്കാറുണ്ട്. അരിക്ക് പകരം ഗോതമ്പ് മാത്രമായി കഴിക്കുന്നു. എന്നാൽ അരിയിലും ഗോതമ്പിലും അന്നജത്തിന്റെ അളവ് തുല്യമാണ്. അതിനാൽ ചോറായാലും ചപ്പാത്തി ആയാലും നിയന്ത്രിത അളവിൽ മാത്രം കഴിക്കുക. അമിതമായി പഴുത്തതോ പുഴുങ്ങിയതോ വേവിച്ചതോ ആയ പഴവർഗ്ഗങ്ങൾ, പഴച്ചാറുകൾ എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പ്രധാനമാണ് എപ്പോൾ പഴങ്ങൾ കഴിക്കണം എന്നുള്ളതും. കഴിവതും ഇടനേരത്തെ ആഹാരമായി കഴിക്കുന്നതാണ് നല്ലത്. ആഹാരം കഴിച്ചയുടനെ പഴങ്ങൾ കഴിക്കുന്ന ശീലം പ്രമേഹമുള്ളവർക്ക് നല്ലതല്ല. കൊഴുപ്പ് കൂടുതലുള്ള മത്സ്യങ്ങൾ, കൊഴുപ്പുള്ള പാൽ, തൈര്, വറുത്തതും പൊരിച്ചതും, ബേക്കറി പലഹാരങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഇത്തരം ആഹാരങ്ങൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. പ്രോട്ടീൻ ഉൾപ്പെടുന്ന ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. കടല, വൻപയർ, ചെറുപയർ, മുതിര എന്നിവയെല്ലാം പ്രോട്ടീനുകൾ അടങ്ങിയതാണ്. ഓരോ നേരവും 20 ഗ്രാമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു കിഴങ്ങ് വർഗ്ഗം ഒരു ദിവസത്തെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താം. അരിയോ ഗോതമ്പോ ഇതിനൊപ്പം കഴിക്കാൻ പാടില്ല എന്നു മാത്രം. നെല്ലിക്ക, ഉലുവ, മോര് എന്നിവയെല്ലാം പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കും. 30 മില്ലി നെല്ലിക്ക നീരിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുക. കറുക ഇടിച്ചു പിഴിഞ്ഞ 30 മില്ലി നീരിൽ 5 മില്ലി തേൻ ചേർത്ത് രാവിലെ പതിവായി കഴിക്കുക. പച്ചമഞ്ഞൾ, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ സമമെടുത്ത് അരച്ച് നെല്ലിക്ക വലുപ്പത്തിലാക്കി മോരിൽ കലക്കി നിത്യവും കുടിക്കുക. പാവയ്ക്ക നീര് പതിവാക്കുക. ത്രിഫല കഷായം കുടിക്കുന്നതും നല്ലതാണ്. കാട്ടുജീരകം ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം ദാഹശമനിയായി ഉപയോഗിക്കുന്നത് ചെറിയ രീതിയിലുള്ള പ്രമേഹത്തിന് നല്ലതാണ്. കീഴാർ നെല്ലി സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ മഞ്ഞൾപ്പൊടി, തേൻ എന്നിവ ചേർത്ത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.